ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ആഡംബരം നിറഞ്ഞ ലുക്കും എൻജിനീയറിങ്ങും ഒക്കെ തന്നെ ഇൻഡസ്ട്രിയിൽ പുനഃസൃഷ്ടിച്ച ഒരു കാർ കമ്പനിയുണ്ട്. ലോകത്തെ പല കാർ കമ്പനികളും പരമാവധി കാറുകൾ വിറ്റഴിച്ച് ലാഭം കൊയ്യുന്ന മത്സരത്തിനിടയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന ഒരു വ്യക്തിയുടെ സ്വപ്ന സാഫല്യമായി മാറിയ ഒരു കമ്പനി കഴിഞ്ഞ 100 വർഷമായി പലതവണ തോറ്റു പരാജയപ്പെട്ട് തകർന്നു പോയിട്ടും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഗിന്നസ് റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്നൊരു പ്രതീകമായി ലോകത്ത് നിലനിൽക്കുന്നു. ആ കാർ ബ്രാൻഡാണ് ബുഗാട്ടി. ചരിത്രത്തിൽ ട്രെൻഡുകൾക്കൊപ്പം ഓടി ട്രെൻഡ് സൃഷ്ടിക്കുന്നതിന് പകരം സ്വന്തമായൊരു ബ്രാൻഡ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെ തനിക്കൊപ്പം ചലിപ്പിക്കുന്ന രീതിയിലേക്കാണ് സത്യത്തിൽ ബുഗാട്ടി എന്ന് പറയുന്ന കാർ ബ്രാൻഡ് വളർന്നു വന്നത്. അതിൻ്റെ ചരിത്രത്തിന് ഏറെക്കുറെ 100 വർഷത്തിലധികം പഴക്കവും ഈ 100 വർഷത്തിനിടയിൽ അസ്തമിച്ചു പോയതും പുനർജീവിച്ചതും ദുരന്തം സംഭവിച്ചതും ബാങ്ക്രപ്റ്റായി പോയതുമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾക്കിടയിൽ നിന്നും അത്യുജ്വലമായി മാറിയ ഒരു ബ്രാൻഡിൻ്റെ കഥ തന്നെ പറയാനുണ്ട്. 1881 ജനിക്കുന്ന കാർലോ ബുഗാട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനായിട്ടുള്ള അറ്റോർ ബുഗാട്ടിയിൽ നിന്നാണ് സത്യത്തിൽ ഈ ഒരു കാർ കമ്പനിക്ക് പേര് തന്നെ ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു കാർ കമ്പനി ഇറക്കാൻ തീരുമാനിച്ച ഒരു ബ്രാൻഡൊന്നും ആയിരുന്നില്ല ബുഗാട്ടി. പകരം അറ്റോർ ബുഗാട്ടി എന്ന് പറയുന്ന ഒരു ഫർണിച്ചറും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സും ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തി തൻ്റെ പാരമ്പര്യപരമായിട്ടുള്ള ജോലിക്ക് പകരം എഞ്ചിനുകളെയും പൽചക്രങ്ങളെയും അതിൻ്റെ പ്രവർത്തനത്തെയും അമിതമായി ഇഷ്ടപ്പെടാൻ ആരംഭിക്കുകയും എറ്റോർ ബുഗാട്ടിയുടെ അച്ഛൻ തൻ്റെ മകൻ്റെ ഈ ഒരു ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ വളർത്തിയെടുക്കാൻ, വാസനയെ വളർത്തിയെടുക്കാൻ വേണ്ടി 100% പിന്തുണ കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാർ കമ്പനി സത്യത്തിൽ ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച എറ്റോർ ബുഗാട്ടിയിൽ നിന്നും ആരംഭിക്കുന്നത്. വെറും 16 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് എറ്റോർ ബുഗാട്ടി ഒരു ട്രൈ സൈക്കിളിനെ ശരിയാക്കുന്നതും സ്വന്തമായി അത് ഓടിക്കാനുമായിട്ട് ആരംഭിക്കുന്നത്. അച്ഛൻ തൻ്റെ മകൻ്റെ കഴിവ് മനസ്സിലാക്കി പ്രെനറ്റോ ആൻഡ് സ്റ്റുച്ചി എന്ന് പറയുന്ന ഒരു ബേസിക്കായിട്ട് തയ്യൽ മെഷീനുകളും അതുപോലെ തന്നെ സൈക്കിളുകളുമൊക്കെ ശരിയാക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് അപ്രന്റീഷിപ്പിന് വേണ്ടി എറ്റോർ ബുഗാട്ടി അയക്കുന്നു. പുള്ളിക്കാരൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ യന്ത്രങ്ങളുടെയും മറ്റും പ്രവർത്തനം മനസ്സിലാക്കുകയും അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് ഏർപ്പെടുകയും ചെയ്യുകയും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം 1899 സ്വന്തമായി ഒരു ബൈസൈക്കിൾ ഉണ്ടാക്കിക്കൊണ്ട് പാരീസിൽ നിന്നും ബർഡിയൂസിലേക്ക് ഓടിച്ചു പോവുകയും ചെയ്തുകൊണ്ടാണ് വിപ്ലവം സൃഷ്ടിക്കുന്നത്. ഏകദേശം വെറും 19 വയസ്സാകുമ്പോൾ തന്നെ എറ്റോർ ബുഗാട്ടിയുടെ കഴിവിനെക്കുറിച്ച് ആ ഭാഗത്തുള്ള ഒരുപാട് കമ്പനികൾ തിരിച്ചറിയാനും അദ്ദേഹത്തിനെ പലതരത്തിലുള്ള കാർ ഡിസൈനുകൾ ഏൽപ്പിക്കാനുമായിട്ട് മത്സരം തന്നെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 1900കളുടെ സമയമെന്ന് പറയുന്നത് കാർ ഇൻഡസ്ട്രിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കാറിനുള്ളിലേക്ക് പരീക്ഷിക്കുകയും പണമുള്ളവരും ഇടത്തരക്കാരുമൊക്കെ തന്നെ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ടെക്നോളജി അടങ്ങിയ കാറുകൾ വാങ്ങിക്കാൻ മത്സരിക്കുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എറ്റോർ ബുഗാട്ടിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കാർ ഫാക്ടറികൾക്കുള്ളിൽ ഒരു ദിവസം കൊണ്ട് 100, 500, 1000 കാറുകൾ ഉണ്ടാക്കുന്ന റോബോട്ടിക് ഹാൻഡുകളോ ഓട്ടോമാറ്റിക് കാർ മേക്കിംഗ് മെഷീനുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു കാർ നിർമ്മിക്കണമെങ്കിൽ ആ കാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓരോ മേഖലയിലും മനുഷ്യൻ മാനുവലായിട്ട് ഇടപെടുകയും അതിൻ്റെ നട്ടും ബോൾട്ടും വെൽഡിങ്ങും ഭാഗങ്ങളും ഒക്കെ സൃഷ്ടിച്ച് അതൊക്കെ അസംബിൾ ചെയ്തെടുത്തിട്ട് ഓരോന്നിനെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളായിട്ട് പുറത്തിറക്കണമായിരുന്നു. അതിൻ്റെ അർത്ഥം കാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കാർ നിർമ്മിക്കുന്ന കമ്പനിയിലെ വ്യക്തികളുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെലവ് കൂടുതലും സമയം കൂടുതൽ എടുക്കുന്നതുമായ ഒരു പരിപാടിയായിരുന്നു. ഓരോ കാറ് പുറത്തിറക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ടെക്നോളജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് പരീക്ഷിച്ച് നോക്കാനുമുള്ള ആവശ്യത്തിന് സമയം സത്യത്തിൽ എറ്റോർ ബുഗാട്ടിക്ക് ഇതുവഴി കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. 19ാമത്തെ വയസ്സിൽ ലോകം മുഴുവൻ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡി ഡൈട്രിച്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അദ്ദേഹത്തെ ആദ്യമായി ഇത്തരത്തിൽ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു ജോലി കൊടുത്തിട്ട് കാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. തൻ്റെ മകന് 19 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അച്ഛനാണ് അതിൻ്റെ കരാറിൽ ഒപ്പിട്ടത് എന്ന് ഓർക്കുക. അത്ര ചെറിയ പ്രായത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡേ ഡിട്രിച്ച് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് കയറിയതിന് ശേഷം വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഈ കാറുകൾക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അനാവശ്യമായ സാധനങ്ങളും ഭാരമേറിയ വസ്തുക്കളും കൊണ്ടും തടി കൊണ്ടുമൊക്കെയാണ് കാറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അക്കാലത്ത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ എറ്റോർ ബുഗാട്ടിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരു കുതിരവണ്ടി ഓടിക്കുന്നത് പോലെയല്ല കാർ ഓടിക്കേണ്ടത്. എഞ്ചിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് വളരെ ഹൈറ്റിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവർ ഇരിക്കുകയോ യാത്രക്കാരൻ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യതിയാനമുണ്ടാകുമെന്നും ഇങ്ങനെ സംഭവിക്കുന്നത് കാറിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്നും കൂടാതെ വാഹനത്തിൻ്റെ വെയിറ്റ് പരമാവധി കുറയ്ക്കണം എന്നുമുള്ള ഒരു ബോധ്യം എറ്റോർ ബുഗാട്ടി
ആർജിച്ചെടുത്തിരുന്നു. എറൗണ്ട് 1900കളുടെ സമയത്ത് ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും എഞ്ചിൻ്റെ മുകളിൽ കയറിയിരുന്ന് വാഹനം ഓടിക്കുന്നതിന് പകരം എഞ്ചിൻ ഫ്രണ്ടിലാവുകയും അതിൻ്റെ അതേ നിരപ്പിന് തറയോട് ചേർന്ന് ഡ്രൈവർ സീറ്റ് വരികയും അതിനോടൊപ്പം തന്നെ പാസഞ്ചർ സീറ്റ് വരികയും ചെയ്തപ്പോൾ വാഹനത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞു എന്ന് മാത്രമല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിലും റോഡിലൂടെ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന രീതിയിലും സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റ് ചെയ്യാൻ എറ്റോർ ബുഗാട്ടി ഡിസൈൻ ചെയ്ത വാഹനങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാരം കുറച്ചതുകൊണ്ട് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും ഡ്രൈവിംഗ് സീറ്റ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാനും യാത്രാക്ലേശം കുറയ്ക്കാനും അദ്ദേഹം ഡിസൈൻ ചെയ്ത കാറുകൾക്ക് അക്കാലത്ത് സാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1903 പാരീസ് മാൻഡ്രിഡ് റേസിലാണ് ഇത്തരത്തിൽ ചേഞ്ച് വരുത്തിയ കാറുകളെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ കൃത്യമായ രീതിയിൽ ലോകം മുഴുവൻ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കാം. 1906 കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയും ഡ്യുഷ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഇറ്റോർ ബുഗാട്ടി കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഡ്യുഷ് എന്ന് പറയുന്ന കമ്പനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ കാർ കമ്പനിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും സ്വന്തം ഐഡിയകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എറ്റോർ ബുഗാട്ടി സ്വന്തം വീടിനടുത്തായിട്ട് രഹസ്യമായി ചില കാർ പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു കാറായിരുന്നു ടൈപ്പ് 10 എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പ്. തൻ്റെ ഗരാഷിൽ ടൈപ്പ് 10 എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്ത എറ്റോർ ബുഗാട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി ഈ കമ്പനിയിൽ നിന്നിട്ട് കാര്യമില്ല, താൻ സ്വന്തമായി കാർ നിർമ്മിക്കാൻ പ്രാപ്തനാണ്. ഇനി ഒരു കാർ കമ്പനി നിർമ്മിച്ചാൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ വളർന്നു വരാനും സ്വന്തം ഇന്നവേറ്റീവ് ഐഡിയകൾ ലോകത്തെ അറിയിക്കാനും കഴിയൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കമ്പനി വിടുകയും സ്വന്തമായി നിർമ്മിച്ച ടൈപ്പ് 10 പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് മോൾഷെയിം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയും അവിടെ ഓട്ടോമൊബൈൽ എറ്റോർ ബുഗാട്ടി എന്ന് പറയുന്ന കമ്പനിയെ 1909 സ്ഥാപിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെയാണ് അദ്ദേഹത്തിന് ജീൻ എന്ന് പറയുന്ന മകൻ ജനിക്കുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാർ കമ്പനി ടൈപ്പ് 10 നിന്നും ടൈപ്പ് 13 എന്ന് പറയുന്ന കാർ ബ്രാൻഡുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും 1911 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. മാത്രമല്ല ടൈപ്പ് 30 ബ്രസിക്ക എന്ന് പറയുന്ന മോഡൽ പല റേസുകൾ ജയിക്കുകയും 1920 ആയപ്പോൾ ആക്ച്വലി 1000-ലധികം റേസിംഗ് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം വ്യത്യസ്തമായ സ്ഥാനങ്ങൾ നേടുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കാർ റേസിങ്ങിൽ ഒരു കാർ മോഡൽ ജയിക്കുകയാണ്, ഒരു ബ്രാൻഡ് ജയിക്കുകയാണ് എങ്കിൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും കാർ റേസിങ്ങിൽ ജയിക്കുന്ന ബ്രാൻഡുകൾക്ക് കൂടുതൽ സെയിൽസും പ്രശസ്തിയും ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സോ കാറുകൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ കാർ കമ്പനികൾ നിരന്തരം ഒത്തുചേർന്നുകൊണ്ട് കാർ റേസിങ്ങൾ സെറ്റ് ചെയ്യുകയും ആരുടെ വാഹനത്തിനാണ് വേഗത കൂടുതലെന്ന് പരീക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഇടയിലേക്കാണ് സ്വന്തമായി സ്ഥാപിച്ച കാർ കമ്പനിയുമായിട്ട് അദ്ദേഹം കടന്നു ചെല്ലുകയും ഇത്തരത്തിൽ തൻ്റെ പ്രോട്ടോടൈപ്പുകൾ, സത്യത്തിൽ പ്രോട്ടോടൈപ്പാണ്, അത് അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കാം. 1926 അദ്ദേഹം ടൈപ്പ് 41 റോയൽ എന്നറിയപ്പെടുന്ന പുതിയൊരു 8 സിലിണ്ടർ കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കാറുകൾ മുതലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത പണക്കാരും സമ്പന്നരുമായിട്ട് കാറ് വാങ്ങിക്കാൻ ശേഷിയുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഡംബരവും അതിനോടൊപ്പം പവറും ഒത്തുചേർന്ന കാറുകൾ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു 8 സിലിണ്ടർ എൻജിൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ സാധാരണ എക്കണോമിക്കലായിട്ടുള്ള കാറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 4 സിലിണ്ടർ എഞ്ചിനുകളാണ് എന്ന് മനസ്സിലാക്കാം. ഈ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സിലിണ്ടറുകൾക്കകത്താണ്. സിലിണ്ടറുകളും പിസ്റ്റണുകളും അടങ്ങിയ ഒരു സംവിധാനമാണ് പെട്രോളിനെ ആയാലും ഡീസലിനെ ആയാലും കത്തിച്ചതിന് ശേഷം ആ ഒരു പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ എനർജി ഉപയോഗപ്പെടുത്തി അതിനെ ബേൺ ചെയ്ത് വാഹനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. സോ സിലിണ്ടറിനുള്ളിലേക്ക് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം അത് പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയും പിസ്റ്റൺ ചലിക്കുകയും ഈ 1 സെക്കൻഡിൽ ഒരുപാട് തവണ പിസ്റ്റൺ ചലിക്കുന്നതിനെ വാഹനത്തിൻ്റെ ടയറിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ആക്ച്വലി വാഹനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാറുകൾക്ക് 1-2 സിലിണ്ടറുകൾ മാത്രമാണെങ്കിൽ പൂർണ്ണമായും നല്ല രീതിയിൽ ഓടാൻ സാധിക്കില്ല. അപ്പോൾ മിനിമം 4 സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ ഓടാൻ കഴിയുന്ന ഒന്നായി പ്രവർത്തിക്കും. 8 സിലിണ്ടറുകൾ എന്ന് പറയുന്നത് വളരെ റെയറാണ്. സ്പോർട്സ് കാറുകളിൽ മാത്രമാണ് V6, V8, V12 എഞ്ചിനുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. V6 എന്ന് പറഞ്ഞാൽ 6 സിലിണ്ടർ, V8 എന്ന് പറഞ്ഞാൽ 8 സിലിണ്ടർ, V12 എന്ന് പറഞ്ഞാൽ 12 സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഷേപ്പിനെ, എഞ്ചിനിലെ ഷേപ്പിനെയാണ് V കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ 1926 തന്നെ പ്രോട്ടോടൈപ്പ് 41 എന്ന് പറയുന്നത് ആക്ച്വലി അത്രത്തോളം റോയൽ ആയിട്ടുള്ളൊരു കാറായിരുന്നു. മാത്രമല്ല അദ്ദേഹം വരുത്തിയ അപ്ഗ്രേഡുകളിൽ 21 അടി നീളവും വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ വലിപ്പവുമുള്ള വലിയ എഞ്ചിനുകൾ സ്ഥാപിച്ച പുതിയ കാറുകൾ നിരത്തിലേക്ക് ഇറക്കുകയും അതിനനുസരിച്ച് സമ്പന്നരായ ആളുകൾ ബുഗാട്ടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇന്നേക്ക് 99 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്.
ഇതുവരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചാപ്റ്റർ 1. 1926 ശേഷം പലതരം സമരങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് പിന്നോക്കം പോവുകയും സമ്പന്നർ പോലും കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുകയും ചെയ്തതോടുകൂടി ബുഗാട്ടിക്ക് തൻ്റെ വിലയേറിയ കാറുകളെയും പുതിയ എൻജിൻ കോൺസെപ്റ്റുകളെയും വിപണിയിലേക്ക് ഇറക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകാതെ വന്നു. അതേസമയം തന്നെ ഫ്രഞ്ച് സർക്കാർ അതിവേഗത്തിലുള്ള ട്രെയിനുകൾക്ക് വേണ്ടി എഞ്ചിനുകൾ നിർമ്മിക്കാൻ, ഏകദേശം ഒരു 160 കിലോമീറ്റർ വേഗതയിൽ വരെ പോകുന്ന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ബുഗാട്ടി ഏൽപ്പിച്ചതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചില ഓർഡറുകൾ സ്വീകരിക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് അത് നിർമ്മിച്ച് നൽകി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും ചെയ്തെങ്കിലും ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യം തുലാസിലായി. മാത്രമല്ല, ടൈപ്പ് 57 ഓടിച്ചുകൊണ്ടിരുന്ന തൻ്റെ മകനായ ജീൻ ഒരു യാത്രക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി വാഹനം ഓടിക്കുന്നതിനിടയ്ക്ക് വെട്ടിക്കുകയും ക്രാഷാവുകയും മകൻ മരണപ്പെടുകയും ചെയ്തതോടുകൂടി എറ്റോർ ബുഗാട്ടി തകർന്നടിയാൻ തുടങ്ങി. തൻ്റെ സഹോദരനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു. തൻ്റെ പിന്മുറക്കാരനാകേണ്ടിയിരുന്ന മകനും മരണപ്പെട്ടതോടുകൂടി അദ്ദേഹം പൂർണ്ണമായി തളരുകയും പിന്നീട് കമ്പനിയെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വരികയും ചെയ്തു. പ്രധാന പ്രശ്നം ഫ്രാൻസും ജർമ്മനിയുടെയും അതിർത്തി പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാക്ടറി എന്നുള്ളതായിരുന്നു. പലതവണ ഫ്രാൻസ് അങ്ങോട്ടും ജർമ്മനി ഇങ്ങോട്ടും ഈ സ്ഥലത്തെ കൈമാറ്റം ചെയ്യുകയും അവസാനം ജർമ്മൻ പട്ടാളം ഇത് പിടിച്ചെടുക്കുന്ന സമയത്ത് ടാങ്കുകളും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടി എറ്റോർ ബുഗാട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം വിസമ്മതിക്കുകയും പാരീസിലേക്ക് പറക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി അനാഥമായി മാറുകയും അതിൻ്റെ പല ഉപകരണങ്ങളും മോഷ്ടിക്കപ്പെടുകയോ ഒളിപ്പിച്ചു വയ്ക്കുകയോ ചെയ്യപ്പെടുകയും അത് ദുർബലമായി നശിച്ചു പോകാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പരിവർത്തനപ്പെടുകയും ചെയ്തു. യുദ്ധം മാറി. പക്ഷേ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിന് ഈ ഫാക്ടറി അടങ്ങിയ പ്രദേശത്തെ തിരിച്ചു കിട്ടി. എങ്കിലും ജർമ്മൻ ഗവൺമെൻറ്റിനു മേൽ ഫ്രാൻസിനുണ്ടായിരുന്ന സംശയം സത്യത്തിൽ നീണ്ടത് എറ്റോർ ബുഗാട്ടിയിലേക്ക് കൂടിയായിരുന്നു. കാരണം ബുഗാട്ടി ജനിച്ചത് ഇറ്റലിയിലാണ്. സ്വാഭാവികമായിട്ടും ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ സഖ്യത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എറ്റോർ ബുഗാട്ടി അവരുടെ ചാരനാണെന്നുള്ള രീതിയിൽ ഫ്രാൻസിലെ സർക്കാർ ഇടപെടുകയും ഇതിനെതിരെ നിയമ നടപടിക്ക് വരെ പോവുകയും ചെയ്യുന്നതിനിടയ്ക്ക് എറ്റോർ ബുഗാട്ടിക്ക് ഭാര്യയെ നഷ്ടപ്പെട്ടു. അതിനുശേഷം 1946-47 എത്തുന്ന സമയത്ത് അദ്ദേഹവും ഈ ഫാക്ടറി തിരിച്ചു കിട്ടിയെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം മരണത്തിന് കീഴടങ്ങി. അങ്ങനെ 1960-കളായി 70-കളായി 80-കളായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ എറ്റോർ ബുഗാട്ടിയുടെ ബുഗാട്ടി കമ്പനി എന്നേക്കുമായി മൺമറഞ്ഞു എന്നെല്ലാവരും കരുതി. പക്ഷേ അടുത്ത കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. ക്വാഡ് ടർബോ V12 എഞ്ചിനും 550 ഹോഴ്സ് പവറും 213 മൈൽസ് പെർ അവർ വേഗതയോടും കൂടി 1987 ആർട്ടിയോളജി എന്ന് പറയുന്ന കമ്പനി ബുഗാട്ടി ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു EB110 എന്ന ബ്രാൻഡ് ന്യൂ കാർ പുറത്തിറക്കിയതോടുകൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ബുഗാട്ടി എന്ന് പറയുന്ന കമ്പനി വീണ്ടും പുനർജനിക്കാനായിട്ട് ആരംഭിച്ചത്. അല്ലെങ്കിൽ ബുഗാട്ടിക്ക് പുനർജനിക്കാൻ അവകാശമുണ്ട് എന്ന ആർട്ടിയോളജി മനസ്സിലാക്കുകയും അവർ ഇത് പുനർജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവർ EB110 എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ പുതിയ കാർ പുറത്തിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ബുഗാട്ടിയുടെ പേരിനോട് ചേർന്നിട്ടുള്ള ഒരു ബഹുമാനാർത്ഥവും അദ്ദേഹത്തിൻ്റെ 110ാം ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെയും വിജയിച്ചില്ല. ആർട്ടിയോളി ബാങ്ക്രപ്റ്റ് ആവുകയും കമ്പനി വീണ്ടും ബുഗാട്ടിയുടെ പ്രതാപം നഷ്ടപ്പെട്ടുകൊണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ബുഗാട്ടി വീണ്ടും ഇരുട്ടത്തായി. എന്നാൽ വീണ്ടും മറ്റൊരു സംഭവം ഉണ്ടായി. അത് 2005 ലോകത്തിലെ ഏറ്റവും വലിയ കാർ ഗ്രൂപ്പുകളിലൊന്നായ വോക്സ് വാഗൺ ബുഗാട്ടി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ബുഗാട്ടിക്ക് വീണ്ടും ഒരു പുനർജന്മത്തിനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വോക്സ് വാഗൺ ബുഗാട്ടിയുടെ പേര് സ്വന്തമാക്കുകയും 2005 പുതിയൊരു മോഡൽ പുറത്തിറക്കുകയും ചെയ്തു. അതായിരുന്നു വൈറോൺ. 16 സിലിണ്ടറുകൾ അടങ്ങിയ ക്വാഡ് ടർബോ എഞ്ചിനും 1001 ഹോഴ്സ് പവറുമുള്ള അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയൊരു കാറായിട്ട് അവർ വൈറോണിനെ അവതരിപ്പിച്ചു. മണിക്കൂറിൽ 254 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ കാറുകളുടെ എഞ്ചിൻ്റെ പ്രത്യേകത W60 സിലിണ്ടർ എഞ്ചിനുകളായിരുന്നു. എന്താണ് W60? ഞാൻ നേരത്തെ ഒരു സൂചന തന്നിരുന്നു. കാറുകൾക്കകത്ത് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം കാറിൻ്റെ പവറിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ 4 അല്ല 6 അല്ല 8 അല്ല 12 അല്ല 16 എഞ്ചിനുകളെ 4 വീതമുള്ള 4 റോകളായി നിർത്തിയതിനു ശേഷം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിലെ W പോലെ തോന്നുന്ന രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1001 ഹോഴ്സ് പവർ. അത്രയും കുതിരശക്തിയിലൊന്നും ഒരു കാറും പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയും ശക്തമായ കുതിരശക്തി ഉണ്ടെങ്കിൽ അത്രത്തോളം ടോർക്കുള്ളൊരു കാറായിരിക്കും. അതിന് ഭീകരമായ വേഗത, മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. വെയ്റോൺ എന്ന് പറയുന്ന പുതിയൊരു കാറിനെ 2005 ബുഗാട്ടിയുടെ പേരിൽ വോക്സ് വാഗൺ ഗ്രൂപ്പ് പുറത്തിറക്കുന്നത്. സോ ഈ ഒരു W60 എഞ്ചിൻ സിലിണ്ടറുകൾക്ക് വളരെയധികം പ്രശ്നമുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നന്നാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നതിനോടൊപ്പം തന്നെ ഈ എഞ്ചിനുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതിന് അത്രത്തോളം ടൈമിംഗ് ആവശ്യമുണ്ട്.
മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചൂടെന്ന് പറയുന്നത് അതിഭീകരമാണ്. പാർട്ടുകൾ ഉരുകിപ്പോകുന്നതിനോ കത്തിപ്പോകുന്നതിനോ പൊട്ടിപ്പോകുന്നതിനോ വരെ സാധ്യതയുള്ള രീതിയിലാണ് ഈ എല്ലാ സിലിണ്ടറുകളും ഒരേ സമയം പ്രവർത്തിക്കുക. മാത്രമല്ല അത്രത്തോളം എയർ സപ്ലൈ ഇതിനകത്ത് ആവശ്യമുണ്ട്, അത്രത്തോളം ഇന്ധനം ആവശ്യമുണ്ട്. ആ ഇന്ധനത്തെ വളരെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുകയും വേണം. വാഹനത്തെ മുന്നോട്ട് ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ കിട്ടുകയും വേണം. ഇതിനാണ് ക്വാഡ് ടർബോ ചാർജ് എഞ്ചിനുകളെന്ന് പറയുന്ന പ്രത്യേക സവിശേഷ എഞ്ചിൻ സംവിധാനം ഇതിനകത്തൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. എന്താണ് ടർബോജെറ്റ് എഞ്ചിനുകൾ? പ്രധാനമായിട്ടും 4 ടർബോ ചാർജ് സംവിധാനങ്ങളാണ് ബുഗാട്ടിയുടെ എഞ്ചിനകത്തുള്ളത്. അതായത് നമ്മളൊരു ബുള്ളറ്റിൻ്റെ പിറകെ പോകുമ്പോൾ ബുള്ളറ്റ് കുടു എന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ പിറകെ നിന്ന് പുക ഇങ്ങനെ അതിശക്തമായിട്ട് അടിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രഷറിനെ നമുക്കൊരു ടർബൈൻ കറക്കാൻ വേണ്ടി വീണ്ടും ഉപയോഗിക്കാം. എഞ്ചിനിൽ നിന്ന് തള്ളി പുറത്തേക്ക് കളയുന്ന ഈ ഒരു എക്സോസ്റ്റിൻ്റെ പവറിനെ ഒരു ടർബൈൻ കറക്കുകയും ഈ ടർബൈൻ്റെ റൊട്ടേഷൻ ഫോഴ്സിനെ വായു അകത്തേക്ക് എടുക്കുന്ന ഭാഗത്തെ ഒരു ടർബൈനുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എഞ്ചിനകത്തേക്ക് ഓക്സിജൻ കടന്നു വന്ന് ഓക്സിജൻ കത്തിയാണല്ലോ നല്ല രീതിയിൽ വാഹനം ചലിക്കുന്നത്. ഈ ഓക്സിജൻ്റെ അളവിനെ കൂട്ടാൻ ആവശ്യമായി കംപ്രസ്ഡ് എയറിനെ ഉള്ളിലേക്ക് തള്ളിവിടാൻ പറ്റും. അപ്പോൾ ഈ 16 സിലിണ്ടറുകൾക്കും ആവശ്യമായ തരത്തിൽ 4 ടർബോജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടർബോജെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കംപ്രസ് ചെയ്ത വായുവിനെ ഇടിച്ച് കയറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ക്വാഡ് ടർബോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാഡ് ടർബോജെറ്റ് എഞ്ചിനുകൾക്കകത്തുള്ള സംവിധാനം എന്ന് പറയുന്നത്. ഈ രീതിയിൽ അതിശക്തമായ രീതിയിൽ വായുവിൻ്റെ ഇൻടേക്ക് അകത്തേക്ക് ഉണ്ടാവുകയും വാഹനത്തിൻ്റെ എഫിഷ്യൻസി കൂടുകയും 16 സിലിണ്ടറുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് വാഹനം വേഗത കൈവരിക്കുന്നത്. ഇത് 254 മൈൽ അല്ലെങ്കിൽ 300-350 കിലോമീറ്റർ ഒന്നുമല്ല, 400 കിലോമീറ്ററിന് മുകളിൽ പോകുന്ന പിന്നീടുള്ള വെർഷനുകൾ. ഉദാഹരണത്തിന് 2015 പുറത്തിറങ്ങിയ കൈറോൺ എന്ന് പറയുന്ന ഒരു മോഡൽ സത്യത്തിൽ 400 കിലോമീറ്ററിലധികം വേഗതയിൽ മണിക്കൂറിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ലോക റെക്കോർഡ് സ്ഥാപിച്ച ഒരു W60 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷേ അപ്പോൾ ഈ സിലിണ്ടറുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഹീറ്റ് ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല. കൂളൻറ്റിൻ്റെ ആവശ്യമുണ്ട്, നല്ല രീതിയിലുള്ള വൃത്തിയുള്ള ഓയിലിൻ്റെ ആവശ്യമുണ്ട്. കൂളൻ്റ് കൃത്യമായി എല്ലാ സിലിണ്ടറുകൾക്കകത്ത് നിന്നും ഹീറ്റ് കൊണ്ടുവന്ന് റേഡിയേറ്ററിലൂടെ പുറത്ത് കളയണം. മൾട്ടിപ്പിൾ റേഡിയേറ്ററുകളുടെ ആവശ്യമുണ്ട്, കൃത്യമായ ചെക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്രത്തോളം ഭാരമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അഫോർഡ് ചെയ്യാനും അത്രത്തോളം പൈസ ഉള്ളവർക്ക് മാത്രമേ ബുഗാട്ടി എന്ന് പറയുന്ന ലെഗസി കാറിൻ്റെ എൻജിൻ്റെ ആ ഒരു പവർ ആസ്വദിക്കാനും അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആസ്വദിക്കാനും ഈ വാഹനം കൊണ്ടു നടക്കാനും കഴിയും. എങ്കിലും 100 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ വളർച്ചയും അതിശക്തമായ വളർച്ചയും പതനവും പുനർജന്മവും ദുരന്തവും വീണ്ടും പുനർജന്മവുമായിട്ട് ഇപ്പോൾ വോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് ബുഗാട്ടിയെ കാണാം. ബുഗാട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വെർഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇവ കൂടാഞ്ഞിട്ട് ബുഗാട്ടിക്ക് ബൊലൈഡെ, മിസ്ട്രൽ, സെൻഡോ ഡൈസൈ, അതുപോലെ തന്നെ ലാ ഓയിച്ചർ നോയറെ തുടങ്ങിയ ഒരുപാട് വ്യത്യസ്ത ഇനം വേരിയൻറ്റുകളുണ്ട്. ഇത് ലാ ഓയിച്ചർ നോയറെ 2019 പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും വില കൂടിയ കാർ എന്നുള്ളൊരു ഖ്യാതി അതിനുണ്ടായിരുന്നു. ഏകദേശം $18.7 മില്യൺ ആയിരുന്നു വിപണി വില. മാത്രമല്ല ഏകദേശം 400 km/h വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവും ഈ ഒരു കാറിനുണ്ടായിരുന്നു. കൂടാതെ ഇനി 2026 അവർ പുറത്തിറക്കാൻ പോകുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ലേറ്റസ്റ്റ് കാറാണ് ബുഗാട്ടി ടോർബിലോൺ. അതും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള സ്പോർട്സ് കാറുകളും ആഡംബര കാറുകളും ഇന്ന് ലഭ്യമാണെങ്കിലും പണമുള്ളവർ കൂടിയ കാറുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ആദ്യത്തെ ചോയ്സുകളിലൊന്നും ഇപ്പോഴും ബുഗാട്ടി തന്നെയാണ്. മറ്റു പല കമ്പനികളെയും അപേക്ഷിച്ച് അതിൻ്റെ ചരിത്രവും കഥയും കഷ്ടപ്പാടിൻ്റെ കഥയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയും ഒക്കെ തന്നെ പറഞ്ഞാലും മതി വരാത്ത എറ്റോർ ബുഗാട്ടിയുടെ ചരിത്രവുമായിട്ട് അലിഞ്ഞു ചേർന്ന് കിടക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.